എല്ലാവർക്കും നമസ്കാരം. ശശി ശ്രീഭദ്ര യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് നാളായി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് എല്ലാവരും ക്ഷമിക്കുക. കാരണം വേറൊന്നല്ല, എൻ്റെ അച്ഛൻ മരണപ്പെട്ടു ആ വിഷുവിൻ്റെ ഒക്കെ സമയമായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ നിങ്ങളിലേക്ക് വീഡിയോ എത്തിക്കാഞ്ഞത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിച്ചോ. പൂരങ്ങളൊക്കെ വരുന്നു. ഇപ്പോൾ വീഡിയോ വരാൻ കാരണം തളിക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു കരോട്ടയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ 2 മക്കൾ അതിലുണ്ട്. മക്കൾ പറഞ്ഞു അച്ഛൻ ഒരു കുഞ്ഞ് വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും പിന്നെ ഒരു കാര്യം, കമൻറ്റ് ചെയ്യണം, എല്ലാവരും കൂടെ ഉണ്ടാവണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യുക. പരമാവധി നിങ്ങൾക്ക് ഞാൻ പൂരങ്ങളെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും, എന്നെക്കൊണ്ടാവുന്ന വീഡിയോകൾ. ഓക്കെ. അവർക്ക് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം അവർക്ക് അനുസരിച്ചാണ് ചെയ്യാൻ പറ്റും. എല്ലാവരും നല്ല ഫോമിൽ എല്ലാം കറക്റ്റായിട്ട് വന്നിരുന്നതാണ്. ചില കുട്ടികളൊക്കെ നമുക്ക് സെലക്റ്റഡ് ആയിട്ടുള്ള പെർമനന്റ് ഒന്ന് മാറ്റി വെച്ചിരുന്ന ആളുണ്ട്. അവരൊന്നും അല്ലേ, കുറച്ച് ആളുകൾ നമുക്ക് സെലക്ട് ചെയ്ത് നന്നായിട്ട് പെർഫോം ചെയ്ത സീനിയറായിട്ട് കുട്ടികളെ മാറ്റി നമ്മൾ ചെയ്തു. അവർ സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കാനുള്ള എല്ലാവരും തിരക്കം പിടിച്ചിരിക്കുന്നവരാണോ? ആണ്. ജയിച്ചു കേട്ട തിരക്കുള്ളവർക്ക് പോവാന്ന് ഞാൻ പറയുമ്പോൾ പോയത്. എന്തായാലും തളിക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ 2024-25 വർഷത്തെ കുട്ടികൾക്കുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികളുടെ ഭാഗമായിട്ടാണ് നമ്മൾ കുട്ടികൾക്ക് കരാട്ടെ പരിശീലനം എല്ലാ വർഷവും ഒരു 3-4 വർഷം, ശരിക്കും 4ാമത്തെ വർഷം നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ബാച്ചിൽ ഇപ്പം കഴിഞ്ഞ വർഷം 2024-25 ആ പദ്ധതി പ്രകാരം നമ്മൾ 1,50,000 രൂപയാണ് കുട്ടികളുടെ കരാട്ടെ പരിശീലനത്തിനായിട്ട് നമ്മൾ വെച്ചത്. 100 കുട്ടികൾക്കാണ് ആ പദ്ധതി പ്രകാരം നമ്മൾ ഈ പറയുന്ന കോഴ്സ് പഠിപ്പിക്കുകയും അതുപോലെ തന്നെ ആ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഈ പറയുന്ന ജേഴ്സി വിതരണം ഉണ്ടായിരുന്നു. നമ്മളൊരു തവണ യൂണിഫോം ആദ്യം കൊടുത്തു. കഴിഞ്ഞ തവണ ഈ യൂണിഫോം ആയിരുന്നില്ല, കരാട്ടയുടെ യൂണിഫോം. നല്ല വിലയുള്ള അല്ലേ, അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള യൂണിഫോം ആയിരുന്നു അത്. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇത് കൊടുത്ത് 2 ദിവസം വന്നു, പിന്നെ ആളുകൾ വന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തുടക്കത്തിൽ യൂണിഫോം കൊടുക്കുന്ന പ്രവർത്തനം നിർത്തി. യൂണിഫോം കിട്ടി വീട്ടിൽ ചെന്നിരിക്കാനല്ലല്ലോ, നമുക്കുള്ള ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികളിലേക്ക് ഇത്തരത്തിലുള്ള കായിക ഇനങ്ങൾ അവരെ പ്രാക്ടീസ് 30-35 ദിവസം നമുക്ക് പൂർണ്ണമായിട്ടുള്ള ക്ലാസ്സാണ് പറയുന്നത്. പക്ഷെ ചില ഒഴിവുകൾ കിട്ടുമ്പോൾ കുട്ടികൾ ഒരുമിച്ച് കോഴ്സിന് ചെല്ലാൻ തയ്യാറായി. എന്നോട് പറഞ്ഞത് ഞങ്ങൾക്ക് ഫീസ് സാധാരണ കോഴ്സ് ഉണ്ടാകുക എന്നുള്ളത് ഈ ഇത്തരം ഒരു കരാട്ടെ പരിശീലനം ഉണ്ടാകുക എന്നുള്ളത് അടുത്ത ഭരണസമിതി ആരാണോ വരുന്നത് അവരാണ് നിശ്ചയിക്കുക. എന്തായാലും ഞങ്ങൾക്ക് വലിയ മാനസികമായിട്ട് വലിയൊരു സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. കാരണം എന്താ, ഇത്രയും കുട്ടികൾ ഇതിന് പരിശീലനം നേടുക എന്ന് പറയുന്നത് തളിക്കുളത്തുകാർക്കും പഞ്ചായത്ത് ഭരണസമിതിക്ക് വലിയ അഭിമാനമുള്ളൊരു കാര്യമാണ്. എന്തായാലും ഈ ഒരു കോഴ്സിന്റെ സമാപനത്തിൽ ജേഴ്സിയാണ് കാണുന്നത്. അപ്പോൾ ഇത്തവണ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ് കളർ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ കളർ. അപ്പോൾ ഷെക്കിൽ മാഷ് പറഞ്ഞാൽ അത് തന്നെ എടുക്കാം അല്ലേ, കുറെ ജേഴ്സികൾ ഇട്ടത് ഈ കളർ കണപ്പിക്കുന്നത് ഇഷ്ടമായി, ഇത് തന്നെ എടുക്കാമെന്ന് പറഞ്ഞു. നല്ല കളറാണ്, നല്ലൊരു നല്ല ക്ലോത്തും ആണ്. ആ രീതി എല്ലാവർക്കും നമസ്കാരം. തളിക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ 2024-25 വർഷത്തിൽ നമ്മൾ കരാട്ടെ പഠിച്ച കുട്ടികൾക്കുള്ള ജേഴ്സി വിതരണമാണ് ഇന്നിവിടെ നടക്കുന്നത്. വിശദമായി തന്നെ പ്രസിഡന്റ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ പരിപാടി 1 മണിക്കൂറോളം വൈകിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നില്ല. എന്തായാലും ഈ ഒരു കരാട്ടെ പരിശീലനം നിങ്ങളുടെ എല്ലാവരുടെയും പരിപാടി ഉദ്ഘാടനം ചെയ്ത് നമ്മളുടെ പഞ്ചായത്തിൻ്റെ ഒട്ടനവധി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ പഞ്ചായത്തിൽ ഒരുപാട് ഫണ്ടൊക്കെ വെച്ച് നമ്മളെ വളരെയധികം സഹായിക്കുന്ന നമ്മളുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഏട്ടനാണ്. അദ്ദേഹത്തെയും വളരെ ബഹുമാനപൂർവ്വം ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തളിക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ 3ാം വാർഡ് മെമ്പറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായിട്ടുള്ള ബുഷറ അബ്ദുൽ നാസർ ഇവിടെയുണ്ട്. അവരെയും വളരെ സ്നേഹത്തോടു കൂടി ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
അതോടെ ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി പ്രസിഡന്റിന്റെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കൂടുതൽ സംസാരിക്കുന്നില്ല, കാരണം ഉള്ളുമ്പിലിരിക്കുന്ന ആളുകളുണ്ട് ഇവിടെ. കല്യാണ വീട്ടിൽ പോകാനായിട്ട് നിന്നവരെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അത് നമ്മുടെ വെക്കട്ടാവും. ഞായറാഴ്ചയാണ് വീട്ടിലൊന്നും. നിങ്ങളിത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ജേഴ്സി കിട്ടും, കോഴ്സ് പഠിച്ചു. ഇത് കഴിഞ്ഞാൽ ഞങ്ങളെ കാണുമ്പോൾ അതേ പോകണമെന്ന് പറയരുത്, മനസ്സിലായോ? അപ്പോൾ ഞങ്ങളൊക്കെ കണ്ടാൽ കുട്ടികളെ മുതൽ, ചെറിയ കൊച്ചുമക്കളെ മുതൽ, അതുപോലെ കൗമാരപ്രായക്കാരായിട്ടുള്ളവർ, വനിതകൾ, എല്ലാവരെയും ഏറെ പ്രാധാന്യത്തോടു കൂടി കൈകാര്യം ചെയ്യുന്നൊരു പഞ്ചായത്താണ്. ഇന്നലെ ഞാൻ അറിയാൻ കഴിഞ്ഞത്, സംസ്ഥാനത്ത് ഇന്നലെ ഒരു ട്രെയിനിങ് നടക്കുന്നുണ്ട്. വിഒമാർക്കുള്ള ട്രെയിനിങ് നടത്താൻ വിളിക്കാനുള്ള കാരണം, ഒരു കായിക പരിശീലനത്തിൽ അല്ലെങ്കിൽ ശരീരം എങ്ങനെ കാത്തു സൂക്ഷിക്കണം എന്നുള്ളത് നമുക്കറിയാലോ. ഈ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഇത്തരം കോഴ്സ് നമ്മൾ കൊടുക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താ? മറ്റൊരാൾ അടിച്ചൊതുക്കുക എന്നുള്ളതല്ല, സ്വയരക്ഷ എന്നുള്ളതാണ്, അല്ലേ? സെൽഫ് ഡിഫെൻസ് എന്നുള്ള, നമുക്ക് സ്വയം പര്യാപ്തത നേടുക, സെൽഫായിട്ട് നമുക്ക് മറ്റൊരു പ്രശ്നം വന്നാൽ ഡിഫെൻസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കോഴ്സ് നമ്മൾ നടത്തുന്നത്. സ്ത്രീകൾക്ക് ആവശ്യമാണ് കേട്ടോ. മക്കളെ മാത്രം പഠിപ്പിച്ചാൽ പോരാ. നല്ല സ്വർണ്ണമാലൊക്കെ ഇട്ട് വഴിക്കാൻ കൂടി പോകുമ്പോൾ ചിലപ്പോൾ പിടിച്ച് നല്ല ഇടിക്കുന്നത് പറഞ്ഞത് നല്ല ഇടിക്കുന്നത്. ഇടിച്ചോ നല്ലത്, അതിനൊക്കെ സന്തോഷമുള്ളൂ. ഇങ്ങോട്ട് നമ്മളെ ഉപദ്രവിക്കാൻ വന്നാൽ തിരിച്ചു കൊടുക്കുന്നതിന് യാതൊരു, തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കോഴ്സ് നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ ആത്മവിശ്വാസം നേടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് ഇത്. അതായത് നമ്മൾക്കൊരു കായിക പരിശീലനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, കരാട്ടെ പരിശീലനമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, നമ്മളൊരിടത്ത് ഒരാൾ പെട്ടെന്ന് വന്നാലും ഒന്നും ഒരു പേടി തോന്നില്ല, അല്ലേ? നമുക്ക് ക്ഷണിക്കുന്നു. വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, നല്ലവരായ ജനപ്രതിനിധികളെ, സുഹൃത്തുക്കളെ, തലക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ ഓരോ ദിവസങ്ങളും ഓരോ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചുകൊണ്ടാണ് ഉദ്ഘാടനം ഈ അടുത്ത ദിവസങ്ങളിൽ നടന്നു. കുട്ടികളെ അയോധന കലകൾ പഠിപ്പിക്കാൻ ഗ്രാമപഞ്ചായത്താണെങ്കിലും സർക്കാരാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും മുന്നോട്ട് വരുന്നത് എന്ന് അമ്മമാരും ഇവിടെ കൂടിയുള്ള രക്ഷിതാക്കളും ചിന്തിച്ചു കൊണ്ടുവന്നാണ്. ഇന്നലെ ഒരു വലിയ ന്യൂസ് നമ്മൾ വായിച്ചു. പത്രം വായിച്ചവർക്ക് അറിയുള്ളൂ, അല്ലാക്കാൻ വേണ്ടി തീരുമാനിച്ചു. പിന്നീട് ഇന്നത്തെ പത്രത്തിൽ ആ ന്യൂസ് കണ്ടില്ല. അപ്പോൾ 6 മാസവും 2 മാസവും അല്ലെങ്കിൽ 2 വർഷവും അല്ലെങ്കിൽ നമ്മുടെ മക്കള് അല്ലെങ്കിൽ വയോജനങ്ങളായിട്ടുള്ള ആളുകൾ, ഇന്നലെ തന്നെ ഒരു 29 വയസ്സുകാരൻ 69 വയസ്സുള്ള ഒരു സ്ത്രീയെ, ഒരു അമ്മൂമ്മയെ ആക്രമിച്ചു, അതിനുപദ്രവിച്ചു നമ്മൾ വായിച്ചു. ഓരോ മണിക്കൂറിൽ 50-ലേറെ സ്ത്രീകൾക്ക് നേരെയുള്ള കടന്നുകയറ്റം നടന്നുകൊണ്ടിരിക്കുക, ഒരു മണിക്കൂറിനുള്ളിൽ. കുട്ടികൾക്ക് വേറെ. അപ്പോൾ ആ രീതിയിൽ തൻ്റെ ശരീരത്തിൽ തൻ്റെ അനുമതിയില്ലാതെ തൻ്റെ എതിരാളി ആരുമാകട്ടെ ഒരു വിരൽ കൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ തന്നെ കീഴ്പ്പെടുത്തും എന്ന് തോന്നിയാൽ അതിനെങ്ങനെ മറികടക്കാൻ നമുക്ക് കുട്ടികളുടെ കാലഘട്ടത്തിലാണ് നമ്മുടെ മക്കളും വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ തന്റെ ശരീരത്തിലേക്ക് വരുന്ന എന്തും തനിക്ക് പറ്റാത്തതെന്തും തട്ടിത്തെറിപ്പിക്കാനുള്ള ആത്മവീര്യം പകർന്നു നൽകുക എന്നതാണ് ഈ പരിശീലന പരിപാടി കൊണ്ട്, കരാട്ടെ പരിശീലന പരിപാടിയാണെങ്കിലും കളരി കൊണ്ടാണെങ്കിലും ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്യണം. പൊറോട്ടയ്ക്ക് മാവ് കുഴയ്ക്കുമ്പോൾ ആ പൊറോട്ടയ്ക്ക് ഏത് രൂപത്തിലും നമുക്ക് പിടിച്ചു കൊണ്ടുവരാം. അത് തന്നെ നമുക്ക് ബെൽറ്റിന്റെ ടെസ്റ്റുകൾ കൊടുത്ത് 2, 3, 4, 5, 6 ഒക്കെ ബ്ലാക്ക് ബെൽറ്റുകൾ എടുക്കണം. പക്ഷെ ബ്ലാക്ക് ബെൽറ്റ് എത്തിക്കഴിഞ്ഞാൽ ആത്മവീര്യം കൂടി നമുക്ക് കുറെ മുറകൾ നമുക്ക് പഠിക്കാൻ പറ്റും കരാട്ടിൽ. ഞാൻ ഈ കരാട്ടയുടെ മാഷായിരുന്നു, കളരിയുടെ മാഷായിരുന്നു, കളരി പ്രദർശനത്തിന് പോയിരുന്ന ആളാണ്. അതുപോലെ തന്നെ ഇത് പറഞ്ഞു വരുന്നറിയോ, ഒരു പ്രചോദനമാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മിസ്റ്റർ ഇന്ത്യയിലെ ഏറ്റവും നല്ല ബോഡി ബിൽഡർ ആകുക എന്നുള്ളത് വലിയ എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അയാൾ ഇങ്ങനല്ല, ശരീരമൊക്കെ ഇപ്പോൾ നമ്മൾ ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നാം. ഒരു 19 ഇഞ്ച് കൈ എന്നൊക്കെ പറഞ്ഞാൽ ഒരു അരവണ്ണാണ്, ഒരാളുടെ അരവണ്ണാണ് ഈ 10 സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു മനസ്സ് നമ്മൾ വാർത്തെടുക്കുന്നത്. ഇത് തന്നെയാണ് ഈ കുട്ടികളിലും നമ്മൾ കാണുന്നത്. ഇപ്പോ നേരത്തെ പറഞ്ഞു, ഞങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് പരിചയം കാണിക്കണം, ദേഷ്യമൊക്കെ തന്ന ആളല്ലെന്ന്. അതല്ല, നിങ്ങളുടെ നടു റോട്ടിലിട്ടിട്ട് ഒരാൾ പരിഹസിക്കുമ്പോൾ അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശിക്ഷകണങ്ങളുണ്ട്.
അവര് വരും നിങ്ങളെ രക്ഷപ്പെടുത്താൻ. മനസ്സിലാക്കുക, ധൈര്യമായിട്ടിരിക്കുക അല്ലെ. കുടുംബത്താർക്കും ഭരണസമിതി അംഗങ്ങൾക്കൊക്കെ നടു റോട്ടില് ഒരാള് വന്നിട്ട് ഒരു ഉപദ്രവിക്കാൻ നിൽക്കുമ്പോ നിങ്ങൾ കണ്ടില്ലാന്ന് വെക്കോ? നിങ്ങൾ ഈ പഠിച്ച മുറകളൊക്കെ അവിടെ എനിക്ക് 17 കേസ് ഉണ്ടായിരുന്നു. അത് പറയാനൊരു മടിയില്ല. പക്ഷെ ഒന്നും പെണ്ണ് കേസോ കളവ് കേസോ വേറൊരു കേസോ അല്ല. കൂട്ടുകാരെ ആരെങ്കിലും അല്ലെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ആ ചെറുപ്പത്തിന് ഇപ്പോഴല്ലട്ടാ ചെറിയ കാലത്ത് 17 കേസ് ഉണ്ടായിരുന്നു. ഓരോരുത്തർ രക്ഷപ്പെടുത്താൻ പോയിട്ടാ. അല്ലാണ്ട് തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും മഹനീയമായ പദ്ധതി കുട്ടികൾക്ക് കരാട്ട പഠിച്ച കുട്ടികൾക്ക് ഡ്രസ് വിതരണവും അതിന്റെ പരിശീലകനായിട്ട് അത് പ്രിയപ്പെട്ട ഷക്കീറുണ്ട്. പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് സജിത കുർമി എന്ന് വിളിക്കുന്ന കുർമിത്തുണ്ട്. പിന്നെ കരാട്ട മാസ്റ്റർ ഭാര്യ കരാട്ട അഭ്യാസിയും പരിശീലകനും കൂടിയാണ്. അസ്തിഹ ഇവിടെ ഉണ്ട്. ഭക്ഷണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇവിടെ ഉണ്ട്. സന്ധ്യാ മനോഹരനും സൈനുദ്ദീനും മാധ്യമ സുഹൃത്തുക്കളും എല്ലാവരും ഇവിടെയുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ചടങ്ങ് കാലത്തേക്ക് അറിയിക്കുന്നു. നന്ദി. അതെ, നമ്മളിനി മറ്റാരും തന്നെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷെ ഷക്കീർ മാഷി ഇത് കഴിഞ്ഞാൽ 2 വാക്ക് സംസാരിക്കണം. ഉഷയും വേണമെന്നാണ് പറയുന്നത്. പക്ഷെ തിരക്കുള്ളത് കൊണ്ട് തന്നെ ജേഴ്സി വിതരണത്തിലേക്ക് കിടക്കാം. അതിന് പ്രസാദനെ ക്ഷണിക്കുന്നു. നല്ല സാധ്യത ഉണ്ടായിരുന്ന ആളാണ്. അത് നല്ല ആക്റ്റീവാണ് കേട്ടോ. അത് അടുത്തതായിട്ട് നമുക്ക് യുംന പിന്നെ ദുവ ഫർഹാൻ. സിനാൻ ഇവരുടെ മാമാടെ കല്യാണമാണ്. അതുകൊണ്ടാണ് ഇവരെ ഫസ്റ്റ് വിളിച്ചത് കേട്ടാ. നമുക്ക് ഹോട്ടലിൽ തന്നെ കൊടുത്തു പോവാം. ഇവർക്ക് കൊടുങ്ങല്ലൂർ എത്തേണ്ടതുണ്ട്. ആത്മിക നൈതിക് അലങ്കൃത് എവിടെ ഫേസ് 32 വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫാദിൽ രക്ഷ ആഞ്ജനേ നിവേദ്യ ശ്രീഹരില ശ്രീഹരി സിയാൻ അമൽ പി അനിൽ പറയുന്നില്ല. നമ്മുടെ പരിപാടി ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് നമ്മുടെ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയോടാണ്. നമുക്കിങ്ങനെ ഒരു കൂടിച്ചേരാനുള്ള ഒരു അവസരം നമ്മുടെ കുട്ടികൾക്കായിട്ടുള്ള കായികമായിട്ടുള്ള ഒരു പ്രതിരോധം സെൽഫ് ഡിഫൻസിന്റെ പരിപാടിക്ക് അതിന്റെ ബേസിക്കാണ് നിങ്ങൾക്ക് ഇതുവരെ ഇവിടുത്തെ പഞ്ചായത്തിന്റെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിനുള്ള സമയം ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. അത് തന്നെ വളരെ കൃത്യമായിട്ട് വന്ന കുട്ടികൾക്ക് കുറച്ചുകൂടി അതിന്റെ പ്രയോജനം ലഭിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇനി ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ മാത്രം ഒരു വിഭാവനം ചെയ്തൊരു സംഭവമാണ്, ഒരു പരിപാടിയാണ്. കാരണം നിങ്ങളെ തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, അവിടെയൊന്നും ഇങ്ങനത്തെ പരിപാടികളില്ല. സ്ത്രീകൾക്കുള്ള ഫിറ്റ്നസ് പരിപാടി
അത് മറ്റു പരിപാടി തുടർന്ന് ഇപ്പത് ആരംഭിക്കുന്നേ ഉള്ളൂ. അതുപോലെ സ്ത്രീകൾക്ക് വിളർച്ച, നിങ്ങൾ ആരെങ്കിലും ഇന്നലെ ടെസ്റ്റിന് വന്നിരുന്നോ അല്ലേ? അത് ഈ പഞ്ചായത്തിലാണ് തുടക്കം കുറിച്ചത്. സ്ത്രീകളുടെ വിളർച്ചയ്ക്കുള്ള പ്രശ്നം, ബ്ലഡിന്റെ രക്തത്തിന്റെ കുറവ്, സ്ത്രീകൾക്കും കൗമാരക്കാർക്കുള്ളത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധിയായിട്ടുള്ള പരിപാടികളാണ് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് നമുക്കായിട്ട് നമ്മുടെ പഞ്ചായത്ത് നമുക്കായിട്ട് നൽകിയിട്ടുള്ളത്. അതിൻ്റെ എല്ലാം ഗുണഭോക്താക്കളാൻ കഴിഞ്ഞാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഞാൻ പറയുന്നത് മറ്റു പഞ്ചായത്ത്, ഞാൻ പല പഞ്ചായത്തിലും സഞ്ചരിക്കുന്ന ഒരാളാണ്. മറ്റു പഞ്ചായത്തുകളിലൊന്നും ഇത്തരം പരിപാടികളില്ല. ഇപ്പൊ നമ്മുടെ പഞ്ചായത്തിനെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നന്ദിയും കടപ്പാടും ഈ ഭരണസമിതിയോടാണ്, ഈ ഭരണസമിതിയിലെ മെമ്പർമാരോടാണ് നമ്മൾ ഒരിക്കൽ കൂടി അവരോട് നന്ദി പറയുന്നു. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ പരിപാടി ഞങ്ങൾ തുടർച്ചയായിട്ട് പോകുന്ന ആളുകളാണ്. നമുക്ക് 3 ക്ലാസ്സിൽ നിലവിൽ ഇവിടെ തളിക്കുളത്ത് നടക്കുന്നുണ്ട്. ഈ 3 ക്ലാസ്സുകളിൽ നിങ്ങളുടെ സൗകര്യാർത്ഥം ഈ 3 ക്ലാസ്സിൽ ഏതാണോ അവിടേക്ക് നിങ്ങൾക്ക് വരാം. വരുമ്പോൾ നിലവിൽ ഞങ്ങളിത് ഫീസ് വെച്ച് നടത്തുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത്, ഫീസ് ഇല്ലാതെ വരുമ്പോൾ ഞാൻ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് തോന്നുമ്പോൾ പോവും, തോന്നുമ്പോൾ വരും, അങ്ങനെയുള്ളൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ മിനിമം ഒരു 50-100 രൂപ നിങ്ങൾ ഫിക്സ് ചെയ്തു. നിങ്ങൾ ഫിക്സ് ചെയ്താൽ മതി. ഞങ്ങളത് നിർബന്ധിക്കുന്നില്ല. ഞങ്ങൾ അങ്ങനെ ഇതൊരു ബിസിനസ്സായിട്ട് കൊണ്ടുനടക്കുന്ന ആളുകളുമല്ല. ഞങ്ങളത് 50-100 രൂപ തരാൻ പറയുന്നത് നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ബിൽഡിങ്ങിന്റെ വാടകയും കറണ്ടിനായിട്ട് ഉപയോഗിക്കുക എന്നുള്ളൊരു കാര്യത്തിനാണ്. അല്ലാതെ ഈ പൈസ എടുത്തിട്ട് നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, എൻ്റെ കുടുംബം ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഈ പഞ്ചായത്ത് ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ ഈ പഞ്ചായത്തിനെ സപ്പോർട്ട് ചെയ്ത് പഞ്ചായത്ത് ഭരിക്കുന്ന ഈ ഭരണസമിതി സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ. അത് എൻ്റെ ജോലി ടൈമുള്ള സമയമായതുകൊണ്ടാണ് ഞാൻ മറ്റ് ഈ കാര്യങ്ങൾക്ക് ഫുൾ ടൈം ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ബിൽഡിങ്ങിന് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു വാടക എന്ന രീതിയിൽ 50-100 രൂപ നിങ്ങൾ ഫിക്സ് ചെയ്യുക. നിങ്ങൾ ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾ എന്നോട് പറഞ്ഞോളൂ. പേഴ്സണലായിട്ട് വെച്ചോളൂ. ഇനിയിപ്പോൾ അതും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞോളൂ. എനിക്കത് പ്രശ്നമുള്ള കാര്യമല്ല. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഞങ്ങളോട് സഹകരിച്ച പോലെ തന്നെ ഈ പഞ്ചായത്തിനോടും സഹകരിക്കുക. എന്തായാലും നിങ്ങളുടെ ഈ രക്ഷിതാക്കൾക്ക് നല്ല ഒരു കയ്യടി ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. കാരണം ഈ 98 പിള്ളേരും കൃത്യമായിട്ട് ഈ പരിപാടിക്ക് എല്ലാ ക്ലാസ്സിനും വന്നിട്ടുണ്ട്. അതാണ് ഞങ്ങൾക്കുള്ളൊരു സന്തോഷം. കാരണം പഞ്ചായത്ത് ഇങ്ങനെ ഒരു സ്കീം പ്രഖ്യാപിച്ചു. മുൻപ് ഇങ്ങനെ ഒരുപാട് കുട്ടികളുടെ അവസരം നഷ്ടപ്പെടുത്തിയുള്ള ആളുകളാണ് നമ്മുടെ പഞ്ചായത്തിലെ ആളുകൾ. കാരണം ഞങ്ങളിത് 4ാമത്തെ തവണയാണ് ഇത് നടത്തുന്നത്. ഈ നടത്തുന്ന പരിപാടിക്ക് എല്ലാവരും പേര് തരും, വാർഡിലെ പേര് തരും, അന്ന് ഉദ്ഘാടനത്തിൽ വരും. അന്ന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് യൂണിഫോം, ഞങ്ങൾ ഫസ്റ്റ് ടൈം തന്നെ യൂണിഫോം കൊടുക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അന്ന് തന്നെ യൂണിഫോം എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കും. പക്ഷെ ഈ യൂണിഫോം മേടിച്ചിട്ട് ഇപ്പോഴും അത് തുറക്കാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും അവർ രക്ഷാക്കൾ എന്നെ കാണുമ്പോൾ മാഷേ ആ യൂണിഫോം അതുപോലെ തന്നെ ഉണ്ടിട്ടാന്ന് പറയും. പക്ഷെ ഞാൻ തിരിച്ചു കൊടുത്ത സാധനം തിരിച്ചു മേടിക്കുന്ന പതിവില്ലാത്തത് കൊണ്ട് ഞാൻ പറയും ശരി, അത് അവിടെ ഭദ്രമായിട്ട് വെച്ചോ. നിങ്ങൾക്ക് എന്നാണ് വരാൻ തോന്നുന്നത് അന്ന് നിങ്ങൾ ധൈര്യമായിട്ട് പോന്നോ. നിങ്ങൾ ഈ പഞ്ചായത്തിന്റെ സ്കീമിൽ ഉൾപ്പെട്ടതുകൊണ്ട് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ക്ലാസ് ആരംഭിക്കാം. അതിൽ നിങ്ങൾക്ക് തടസ്സമില്ല. ഇനിയിപ്പോൾ എത്ര വർഷം കഴിഞ്ഞാലും ഞാനും എൻ്റെ കുടുംബവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കീമുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തുടർന്നു പോകാം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ അതുപോലെ ആവരുത്. നിങ്ങൾ ഈ ജേഴ്സി ഇട്ട് നിങ്ങൾ ക്ലാസ്സിന് വരിക. അപ്പോൾ നിങ്ങൾ ഈ ജേഴ്സി ഇടുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഐഡന്റിറ്റിയാണ്. കാരണം നിങ്ങൾ പഞ്ചായത്താണ് നിങ്ങളെ നിർദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങളോട് ആരും ഞങ്ങൾ മറ്റ് ക്ലാസ്സുകളിൽ മേടിക്കുന്ന മറ്റ് ഫീസ് മേടിക്കാനോ അല്ലെങ്കിൽ മറ്റൊന്നും നിൽക്കില്ല. നിങ്ങൾക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. അത് തളിക്കുളം ഗ്രാമപഞ്ചായത്താണ്. തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതിയാണ് നിങ്ങളുടെ പിന്തുണക്കാർ. നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നുള്ളൊരു ബോധവും നിങ്ങൾക്കുണ്ടാവും. നാട്ടുകാർ എല്ലാ കുട്ടികൾക്കും ഈ ജേഴ്സി കിട്ടില്ലല്ലോ. കിട്ടുമോ? നിങ്ങളാണ് പഞ്ചായത്തിലെ ഭാഗ്യവാന്മാർ. കാരണം തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ജേഴ്സി തരുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഈ വിദ്യാർത്ഥികൾക്കാണ്. കുറച്ച് അധികം പേര് ലീവ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അവരെ ജേഴ്സി നമ്മൾ തീരെ ഒഴിച്ചുവിടാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് അവർ ജേഴ്സി ഇവിടെ മാറ്റി വെച്ചിട്ടുള്ളത്. ബാക്കിയുള്ളവരുടെ കാര്യം എന്താക്കണം എന്നുള്ളതിനെ കുറിച്ച് പ്രസിഡന്റും ആ ഭരണസമിതിയായിട്ട് ആലോചിച്ചിട്ട് നമ്മൾ ചെയ്യും. ഓക്കെ. അപ്പോൾ ഈ പരിപാടിക്ക് പൂർണ്ണമായിട്ടും ഇവിടെ ഈ 98 പേരും നമ്മൾ എത്ര ക്ലാസ് എടുത്തു? എത്ര ക്ലാസ് ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് 30 ക്ലാസ് അല്ലേ? 30 ക്ലാസ്സാണ്. 24 ക്ലാസ്സാണ് ശരിക്ക് വൈറ്റ് ടു യെല്ലോ ബെൽറ്റ് വരെയാണ് നമ്മളുടെ കരാറ്. 24 ക്ലാസ്സാണ്. അത് 3 മാസമാണ് ക്ലാസ്സിന് ഡ്യൂറേഷൻ. പക്ഷേ നമ്മൾ ആ 24 ദിവസം എന്നുള്ളത് 24 ക്ലാസ് എന്നുള്ളത് നമ്മളത് 30 ക്ലാസ്സാക്കി നമ്മളത്
കൂട്ടി, ഒരു 6 ക്ലാസ് കൂടി ഞങ്ങളുടെ വക ഞങ്ങൾ കൂട്ടി. അത് തന്നെയില്ല, അതിൽ തന്നെ നമ്മളെന്ത് ചെയ്യുന്നത് വെച്ചാൽ 1.5 മണിക്കൂറും 1.25 മണിക്കൂറൊക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ വക വീണ്ടും കൂട്ടി അല്ലേ. അപ്പൊ അങ്ങനെ സമയത്തിന് ഞങ്ങളൊരു കൃത്യത വെച്ചിട്ടില്ല, തുടങ്ങുന്ന സമയത്തിന് മാത്രമേ കൃത്യത വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ പരിപാടിക്ക് പൂർണ്ണമായിട്ടും വന്ന നമ്മുടെ ഈ കൂട്ടുകാർക്ക് എന്തായാലും നിങ്ങൾക്കൊരു ബേസ് എന്ന രീതിയിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളൂ. തുടരായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനാണ് ഇനി നിങ്ങളോട് ഞങ്ങൾ പറയുന്നത്. ഇനി നിങ്ങൾ ധൈര്യമായിട്ട് വരിക, വരുമ്പോൾ ഈ ജേഴ്സി ഇട്ട് വരിക. നിങ്ങൾ ഈ ജേഴ്സി ഇട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഐഡന്റിറ്റിയാണ്, നിങ്ങളുടെ ഒരു യൂണിഫോമിറ്റിയാണ്. ഓക്കെ അല്ലേ? നിങ്ങൾ തളിക്കുളം പഞ്ചായത്ത് ആണ് നിങ്ങളെ സ്പോൺസർ ചെയ്യുന്നത് എന്ന ബോധം ഇവിടെ ഞങ്ങൾക്കുണ്ടാവും, കാണുന്ന ആളുകൾക്കുണ്ടാവും. ഓ, എൻ്റെ മക്കളില്ലല്ലോ, അവരെ മക്കൾക്കുണ്ട് അല്ലേ? തൊട്ടടുത്ത വീട്ടിലെ കുട്ടികളുണ്ടോ? ഇല്ലല്ലോ, നിങ്ങൾക്കല്ലേ കിട്ടിയുള്ളൂ. അപ്പൊ അതിൻ്റെ ഒരു ഭാഗ്യം നിങ്ങൾക്കാണ്. ഇത് മാത്രമല്ല, ഇനിയും ഒരുപാട് സ്കീമുകൾ കുട്ടികൾക്കായിട്ടുള്ളതുണ്ട്. അപ്പൊ ഈ കുട്ടികൾക്കും സ്ത്രീകൾക്കും, ഞങ്ങൾ പുരുഷന്മാര് കുറച്ച് വിഷമത്തിലാണ്, ഞങ്ങളുടെ കാര്യം നോക്കാൻ ആരുമില്ല അല്ലേ. ഇവിടെ വയോജന